ജോർജിയൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ആദ്യത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോ കിട്ടുന്നതായിരിക്കും. കഹേത്തി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ലൊപ്പോട്ട ലേക്ക് റിസോർട്ട് ഉള്ളത്. നമ്മൾ നേരെ ചെക്കിനൊക്കെ കഴിഞ്ഞ് അവരുടെ ബഗ്ഗിൽ നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ 2 സ്റ്റാർ 3 സ്റ്റാർ എന്ന് പറയുന്ന ഹോട്ടലുകളൊക്കെ ഇവിടുത്തെ ലോഡ്ജ് സെറ്റപ്പ് ആയിരിക്കുള്ളൂ കേട്ടോ. അവിടുത്തെ സ്റ്റാർ കാറ്റഗറി നിങ്ങൾ 3 ആണ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 3 കാറ്റഗറിയുടെ ഒരു ഫെസിലിറ്റീസും അവിടെ കിട്ടിയെന്ന് വരത്തില്ല. മിനിമം ഒരു 4 അല്ലെങ്കിൽ 5 ചൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പിൽ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. വേറൊരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ബാത്റൂമുകളിൽ ഹാൻഡ് ഷവർ ഉണ്ടാവത്തില്ല, ടിഷ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് പൈപ്പിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് ഷവർ കിട്ടും. അതൊക്കെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഉപകാരത്തിൽപ്പെടും. നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് എത്തി. 13 ആണ് നമ്മുടെ വില്ല നമ്പർ വരുന്നത്. 13 വില്ല നമ്പറിൽ 3rd ഫ്ലോറാണ്. ഇതിലത്തെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലിഫ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ലിഫ്റ്റ് ഇല്ല എന്ന് കേട്ടപ്പോൾ തന്നെ അറിയാമോ പറഞ്ഞു ബാ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. ഒരു കണക്കിന് നമ്മൾ വിളിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ റൂം. 3 ബെഡാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂംസ് ഒന്നും അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഏത് റൂമാണോ കിട്ടുന്നത് അതെടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു 3 ബെഡ് കിട്ടിയത്. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. നല്ല ചെറിയ തണുപ്പും എല്ലാം കൊണ്ടും നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാനൊക്കെ ആയിട്ട്. ആ അറ്റത്ത് കാണുന്ന കാസിൽ പോലത്തെ സംഭവം ഒരു യൂറോപ്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ മറിയാമ്മനോട് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദേ ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട്, വീഡിയോ എടുത്ത് വേണമെങ്കിൽ നിനക്ക് സ്റ്റാറ്റസ് ഇടാം, പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓടി വന്ന മറിയാമ്മ അവിടെയുള്ള ഗ്ലാസ് ഡോർ കണ്ടില്ല, ചെന്നിടിച്ചു. ഇപ്പോൾ ഇതാണ് അവസ്ഥ. മൂക്കിടിച്ച് മൂക്കിൻ്റെ പുറത്ത് പൊട്ടലുണ്ട്. അങ്ങനെ കുറച്ച് ബ്ലഡൊക്കെ വന്നുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു. അവർ നേരെ ആംബുലൻസ് വിളിച്ചു. പോലീസാണ് വന്നത് ആദ്യം തന്നെ. പോലീസ് കം ഡോക്ടറാണ്. അവരാണ് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്നത്. വന്ന 3 പേർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, നമുക്കാണെങ്കിൽ ജോർജിയൻ അറിയത്തില്ല. അവസാനം ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ച് കാര്യം സംസാരിച്ചു. അവർ ഇൻറ്റേർണൽ ഇഞ്ചറീസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് തന്നപ്പോഴാണ് ഒരു സമാധാനം ആയത് നമുക്ക്. ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരി വരും. സ്വാഗതം. എല്ലായിടത്തും തപ്പി തപ്പി നോക്കണം. റൂമിൽ കയറി ഫ്രഷായി നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി രാത്രിയുടെ ഭംഗി ആസ്വദിച്ചൊന്ന് നടക്കാന്നുള്ളൊരു പ്ലാനാണ്. നല്ല ലൈറ്റ് ആയിട്ടുള്ള തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്. ഇതാണ് ഞാൻ നേരത്തെ ബാൽക്കണിയിൽ നിന്ന് കാണിച്ചു തന്ന യൂറോപ്യൻ റെസ്റ്റോറൻറ്റ്. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മൾ നേരെ ഇവിടെ വന്നു, അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടി പോയിട്ട് ഇവിടേക്ക് വരാമെന്നുള്ള പ്ലാനിൽ നടന്നു. അപ്പോഴാണ് നമ്മൾ ഏഷ്യൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈൻ ബോർഡ് കണ്ടത്. നേരെ നമ്മൾ അങ്ങോട്ട് കയറി. നല്ല അടിപൊളി ആംബിയൻസിൽ നല്ല കിടിലൻ ലുക്കൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം. ഇവിടെ അധികം ആരും ഇല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഏത് തട്ടുകടയിൽ ചെന്നാലും ലിക്കർ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ഭാര്യമാരുടെ നിന്ന് നിങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും വേണോന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും ആദ്യം. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ച സാധനം ഒരു നാണോ ഇല്ലാണ്ട് എടുത്ത് കുടിക്കുന്നുണ്ടാവും. ഇതേപോലെ വാട്ടർ മെലനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കോക്ടെയിലാണ് ഓൺ ദ റോക്സ് അടിക്കുന്ന എക്സ്പ്രഷനോടുകൂടി മറിയാമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയാമ്മ എന്തോ സാൽമൺ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, എന്തോ പുതിയതാണ്. മിക്കവാറും ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാനാണ് ചാൻസ്. അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. ഓർഡർ ചെയ്ത സംഭവം എത്തി. ഇതേപോലത്തെ കുറച്ച് സാലഡ്, അതുപോലെ തന്നെ ഫ്രൈഡ് ചെയ്ത് KFC പോലെ ആക്കി വെച്ചേക്കുന്ന സാൽമൺ. എന്തായാലും ഒരു നാരങ്ങ അതിലുണ്ട്. ഒന്നും പറ്റില്ലെങ്കിൽ അത് ഒഴിഞ്ഞ് വെള്ളം കുടിക്കും ഞാൻ. വിചാരിച്ച പോലെ തന്നെ മറിയാമ്മയ്ക്ക് സംഭവം ഇഷ്ടപ്പെട്ടില്ല. അത് നേരെ എനിക്ക് വെച്ച് നീട്ടി. എനിക്കും വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ അവരുടെ ആ ഒരു സ്റ്റൈല് നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. എന്തായാലും ഏഷ്യൻ ഫ്യൂഷൻ വല്ലാത്തൊരു കൺഫ്യൂഷനായി അവസാനിച്ചിരിക്കുകയാണ്. മറിയാമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മറിയാമ്മ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും എന്നെ കൊണ്ട് കഴിപ്പിച്ചു. കാശ് കൊടുത്തു വാങ്ങിച്ച സാധനമാണ്, കാശ് അങ്ങനെ വെറുതെ കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലൊക്കെ എന്ത് ന്യായം എന്ത് നീതി എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. എന്തായാലും അവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരെ യൂറോപ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര സംഭവമാണ്. നല്ല അടിപൊളി ലൈറ്റിങ്ങും നല്ല ലൈറ്റ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഒരു ഗംഭീര ആംബിയൻസ്. മറിയാമ്മ അവിടുന്ന് നേരെ ബീഫ് വിത്ത് വൈൻ എന്തൊക്കെയോ ഇട്ടിട്ടുള്ളൊരു സംഭവം, അവരുടെ ഒരു സ്പെഷ്യൽ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചായ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ മിൽക്ക് ടീ ഒന്നും ഇവിടെ കിട്ടത്തില്ല, നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ടീ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊണ്ടുവന്ന് വെച്ചു. മറിയാമ്മ ഒരു സിപ്പ് അടിച്ചിട്ട് അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഫെബിച്ച നമ്മളെ പറ്റിച്ചു, സ്ട്രോബെറി ജ്യൂസ് ചൂടാക്കി കൊണ്ടുവന്ന് വെച്ച് തന്നേ കാണുട്ടാന്ന്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മധുരമൊക്കെ ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവം. ഇതാണെന്നുണ്ടെങ്കിൽ 1 ലിറ്ററോളം അവരോട് കൊണ്ടുവന്ന് വെച്ചേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അതിൽ നിന്ന് കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മറിയാമ്മ ഓർഡർ ചെയ്ത സംഭവം എത്തി. ബീഫും വൈനും ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ ഒരു അടിപൊളി ടേസ്റ്റും അതിൻ്റെ കൂടെ സ്മാഷ്ഡ് പൊട്ടറ്റോ ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്തൊരു ഡിഷ്.
മറിയാമ്മ ആ ഒരു പ്ലേറ്റും കൂടി എടുത്ത് തിന്നുന്നുള്ള ഒരു അവസ്ഥയിലാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ നല്ല വിശപ്പും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡെസേർട്ടും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ക്വാണ്ടിറ്റി ഭയങ്കര ഹൈ ആണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ച് നടക്കാൻ വയ്യാണ്ട് ഞാൻ ഒരുമാതിരി ഉന്തിത്തള്ളി കൊണ്ടുവന്നു. സ്റ്റെപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ മറിയാമ്മ പറഞ്ഞു, ഞാൻ വല്ല പായം വിരിച്ച് ആ സൈഡിൽ കിടന്നോളാം, നാളെ രാവിലെ വന്ന് വിളിച്ചാൽ മതി, എനിക്ക് ഇനി കയറാൻ വയ്യാന്ന്. പിന്നെ അങ്ങനെ ഒരു വിധത്തിന് നമ്മൾ മോളിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റു. മറിയാമ്മയാണെങ്കിൽ അബുദാബിയിൽ നിന്ന് ലിപ്ടൺ ടീ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ അവിടുത്തെ കോഫി മെഷീനിൽ നിന്ന് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി നേരെ ബാൽക്കണിയിലേക്ക് വിട്ടു. രാവിലത്തെ തന്നെയുള്ള ഒരു വ്യൂ അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ട ഒരു കൂട്ടം. നല്ല പച്ചപ്പും ഭംഗിയൊക്കെ ആയിട്ട് ഈ ഒരു 120 ഏക്കറിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ടുള്ള ഒരു ലുക്ക് ഭയങ്കരം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരും ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കുട്ടികൾക്കുള്ള തീം പാർക്ക് വരെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്വിമ്മിംഗ് പൂളിലൊക്കെ നിറയെ കുളിക്കാൻ ആളുകൾ വന്നു തുടങ്ങി. യൂറോപ്യൻസ് ആണ് ഫുള്ള്. അപ്പോൾ മറിയാമ്മ വന്നിട്ട് പറഞ്ഞ് അധികം വ്യൂ അങ്ങനെ ആസ്വദിക്കേണ്ട, ഇങ്ങോട്ട് അകത്തോട്ട് കയറി പോരേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വില്ലയുടെ ഓപ്പോസിറ്റ് തന്നെ ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞിട്ട് ഒരു കഫറ്റീരിയ ഏരിയ ഉണ്ട്. അവിടെയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. പോകുന്ന വഴിക്ക് ഇതേപോലെ 2 സൈഡിലും മുന്തിരികൾ ഇങ്ങനെ തളിർത്ത് പൂത്ത് നിൽക്കുന്നുണ്ട്. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? ഞാനിങ്ങനെ ഇതൊക്കെ ആലോചിച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് മറിയാമ്മനെ നോക്കുമ്പോൾ മറിയാമ്മ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയേക്കുന്നത്. അന്യായ വ്യൂ ഉള്ള ഒരു സ്ഥലം, നല്ല ഭംഗിയുള്ളതും ഭയങ്കരമായ ആംബിയൻസിലാണ് ഉള്ളിൽ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് വൈഡ് വെറൈറ്റി ഫുഡിൻ്റെ ഒരു ബഹളം തന്നെയാണ് കേട്ടോ അവിടെ. ജ്യൂസുകൾ, ഫുഡുകൾ, അതേപോലത്തെ ഒരുപാട് ഐറ്റംസ്. പാൻ കേക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഹണിയൊക്കെ ഇവിടെ തേനീച്ചയുടെ കൂടെപ്പാടെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നല്ല ഫ്രഷ് ഹണി കേട്ടോ. അത് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റും സംഭവങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻറ്റ്. ഇവരുടെ മെയിൻ ഫുഡ് ഇവിടെ ബ്രെഡ്, ചീസ്, ബട്ടർ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവർ മെയിനായിട്ട് കഴിക്കുന്നത്. അതേപോലെ സാലഡ്സും ഇതേപോലത്തെ നട്ട്സും കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് ഒരു ലോഡ് ഫ്രൂട്ട്സ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഒരു ഫ്രഷ്നെസ്, കുക്കുംബറും ടൊമാറ്റോ ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് വേറെ എവിടെ നിന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. നേരെ നമ്മൾ ഫുഡൊക്കെ എടുത്തുകൊണ്ടുവന്ന ഒരു ടേബിളിൽ സെറ്റാക്കി. ഞാൻ കുറച്ച് എഗ്ഗ്, മഷ്റൂം, അതേപോലെ ചീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്തു. കുറച്ച് ചെറി ജ്യൂസും കൊണ്ടുവന്ന് വെച്ചു. മറിയാമ്മ രാവിലെ തന്നെ ചോക്ലേറ്റ്, പാൻ കേക്ക്, ആ മധുരമുള്ളത്, ഈ മധുരമുള്ളത്. എൻ്റെ പൊന്നോ, ലോകാത്ഭുതങ്ങളുടെ അടുത്ത സംഭവമാണെന്ന് തോന്നുന്നത്. രാവിലെ തന്നെ മധുരം കഴിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ കുറച്ച് ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്. എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടുത്തെ എവിടെ ചെന്നാലും ഈ ഒരു സംഭവം കിട്ടും. അതും ഭയങ്കര ടേസ്റ്റ് ഉള്ളതാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഇതേപോലെ കുറേ ചെടികളുണ്ട് കേട്ടോ. പൊമോഗ്രാനൈറ്റ് ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഫിഗ്, അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ പുറത്ത് കാണാം. ഏത് വീഡിയോ എടുത്താലും അതിൽ നടുക്ക് മറിയാമ്മ എങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത് അലിഖിത നിയമമാണ്. എൻ്റെ ഫോൺ വരെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണത്. ലൊപ്പോട്ട ലേക്ക് റിസോർട്ടിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2008 സംഭവം തുടങ്ങിയത്. ഗോഗോ മസരാജ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഒരു 7 റൂമുകളുള്ള ഒരു ഹോട്ടലായിട്ട് സ്റ്റാർട്ട് ചെയ്ത സംഭവമാണത്. പിന്നീട് അത് പതുക്കെ പതുക്കെ വളർന്ന് ഇപ്പോൾ ഏകദേശം 16 ബിൽഡിങ്ങുകളും 311 റൂമുകളും ഉള്ള ഒരു വലിയ റിസോർട്ടായിട്ട് ഫുള്ള് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള റോസാപ്പൂക്കൾ, അതുപോലെ തന്നെ വേറെ ഒരുപാട് ടൈപ്പ് പൂക്കളുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ തന്നെ. കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ചെടികളും അങ്ങനെ ഫുള്ള് നിറയെ നല്ല വെറൈറ്റി സംഭവങ്ങളും കൊണ്ട് നിറച്ചേക്കുവാണ് ഇവർ. ഈ ഗാർഡനിങ്ങും സംഭവമൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്കൊക്കെ ഇത് കാണുന്നതൊക്കെ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിലെ ലേക്ക്, ലൊപ്പോട്ട ലേക്ക് റിസോർട്ട് എന്ന് പറയുന്നതിൻ്റെ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ഗ്രീൻ കളറിൽ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം മഞ്ഞുകാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് മൂടി വൈറ്റ് കളറിൽ ഭയങ്കര ഭംഗിയായിരിക്കും എന്നാണ് ഇവിടെയുള്ള സ്റ്റാഫൊക്കെ പറഞ്ഞത്. മഞ്ഞുകാലം ആകുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഇവിടെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. ഇവിടെ നമ്മൾ ലേക്കിലേക്ക് എത്തുമ്പോൾ പെഡൽ ബോട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കത് യൂസ് ചെയ്യാം. ലൈഫ് ജാക്കറ്റ് എടുത്തിടുക, പെഡൽ ബോട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും പെഡൽ ബോട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഏരിയ ഫുള്ള് കാണാം. ഈ ഒരു തടാകത്തിൽ ഒരുപാട് അരയന്നങ്ങൾ തുള്ളി കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ബ്രെഡ് സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ മറിയാമ്മയ്ക്ക് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തോളാൻ പറഞ്ഞു. ബ്രെഡ് തിന്നാൻ വന്ന താറാവിനും അത്
ഇട്ട് കൊടുക്കാൻ നിന്ന മറിയാമ്മയ്ക്കും ഒരേപോലെ പേടി. രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിലുള്ള ആൾക്കാർ. മറിയാമ്മയ്ക്കാണെങ്കിൽ അതിൽ നിന്ന് പിച്ചിപ്പൊളിച്ചിട്ട് കിട്ടുന്നില്ല. താറാവ് ലാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ താ പെണ്ണുമ്പിള്ള അല്ലെങ്കിൽ ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് പിണങ്ങി നിൽക്കണവരൊക്കെ നിന്നപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരെണ്ണം മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട്. കുറേയൊക്കെ കരയിൽ കയറി റെസ്റ്റ് എടുക്കുകയാണ്. ഫുൾ ടൈം ഫുഡല്ലേ. മറിയാമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു വല്ല അരയന്നൊക്കെ ആയിട്ട് ഇവിടെ കൂടിയാൽ മതിയായിരുന്നു, ജോലിക്കും പോകണ്ട, സുഖമായിട്ട് ബ്രെഡും തിന്ന് സുന്ദരമായിട്ട് ജീവിക്കായിരുന്നു. ബോട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയാമ്മ ആകെ വട്ടമുടക്കി നിൽക്കായിരുന്നു. എങ്ങാനും മറിഞ്ഞാലോ എന്നൊക്കെ ഉള്ളൊരു പേടി. അമ്മമാരുടെ കൂടെ ടൂർ പോകുന്ന പോലെയാണ് മറിയാമ്മയുടെ കൂടെ ടൂർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, മല കയറാൻ പറ്റത്തില്ല, സിപ്പ് ലൈനിൽ പോകാൻ പറ്റത്തില്ല, കുതിരപ്പുറത്ത് കയറാൻ പറ്റില്ല, എല്ലാത്തിനും പേടിയാണ്. അതുകൊണ്ട് നമ്മളിതിങ്ങനെ നോക്കി ആസ്വദിക്കും. ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കിയിട്ടുണ്ട്. എല്ലാ ബോട്ടിലും രണ്ടുപേരും സഹകരിച്ചാണ് പെഡല് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടിൽ മാത്രം ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ്. കാലുകൊണ്ട് ചവിട്ടി കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ കാലുവേദന എടുക്കുന്നതാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ വെള്ളത്തിൽ ഇറക്കിപ്പോയി, ഇനിയിപ്പോൾ നമ്മൾ തന്നെ ചവിട്ടിയല്ലേ പറ്റുള്ളൂ. രണ്ട് സൈഡിലും മരങ്ങൾ നിൽക്കുന്ന കല്ല് പതിച്ച പാതകൾ, നല്ല ഭംഗിയുള്ളൊരു വ്യൂ കേട്ടോ. അതിലൂടെ നമ്മൾ നേരെ ചെക്ക് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടക്കും. അങ്ങനെ റൂമിന്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ആ ഭീകര സത്യം നമ്മൾ മനസ്സിലാക്കിയത്. 2 കീയും നമ്മൾ റൂമിന്റെ ഉള്ളിൽ വെച്ചിട്ട് ലോക്ക് ചെയ്തു. എന്നിട്ടാണ് പുറത്തേക്ക് പോയത്. റൂമിന്റെ കീ എടുക്കാനുള്ള കാര്യം അറിയാൻ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. അത് നല്ല വൃത്തിക്കായിട്ട് ചെയ്ത ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. അവിടെ എങ്ങും ഒരാളെയും കാണാനില്ല. ലാസ്റ്റ് നമ്മൾ നമ്പർ എടുത്ത് അതിലേക്ക് വിളിച്ചു. ജോർജിയൻ സിമ്മിന്റെ ഒരു ഗുണം അപ്പോഴാണ് മനസ്സിലായത്. അവര് റിസപ്ഷനിൽ നിന്ന് ഒരു സ്പെയർ കീയും കൊടുത്ത് സ്റ്റാഫിനെ വിട്ടു. അങ്ങനെ നമ്മൾ അകത്ത് കയറി ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ചെക്ക് ഔട്ടിലേക്ക്. വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് അവിടെ ബാഗേജ് റൂമിൽ നമ്മുടെ ബാഗൊക്കെ വെച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. വൈകുന്നേരം രാത്രിയായിട്ട് പോയാലും മതി ഇവിടുന്ന്. മറിയാമ്മയ്ക്ക് യൂറോപ്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു വരാണ്. ഇവിടുത്തെ ഫുള്ള് സംഭവങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമുക്ക് ആ ഒരു ലേക്ക്, അതുപോലെ തന്നെ കുറച്ച് നടക്കണം അതിൻ്റെ ഉള്ളിൽ കൂടെ, അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തീം പാർക്ക്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ, വൈനറികൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഗ്രീൻ കളറിലുള്ള ഗ്രേപ്സ് ആണെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം ബ്ലാക്ക് കളറിലുള്ള ഗ്രേപ്സ് ആണ്. ഇവർ മെയിനായിട്ട് വൈൻ ഉണ്ടാക്കാൻ ഗ്രേപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ലൂക്കേനോട് ചോദിച്ചു, നിങ്ങൾ ഈ ഗ്രേപ്സ് മാത്രമേ ഇവിടെ വൈൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുള്ളൂ, ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് വേറെ ഉണ്ടല്ലോ, അതൊന്നും വെച്ച് വൈൻ ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ ലൂക്ക പറഞ്ഞത് ഗ്രേപ്സിനാണ് ഏറ്റവും കൂടുതൽ ലഹരി എന്നാണ്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്രേപ്സ് വൈനിലാണ് ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ കിട്ടുക. അതുകൊണ്ട് വെറുതെ നെല്ലിക്കയും ജാതിക്കയൊക്കെ വൈനിട്ട് സമയം നശിപ്പിക്കാതിരിക്കുക. കോൺസെൻട്രേറ്റ് ഗ്രേപ്സ്, ഓക്കെ. ഇവിടെ ഇതേപോലെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗാർഡനുകൾ പല സ്ഥലത്തുണ്ട് കേട്ടോ. കുറേ കാണാൻ പറ്റും നമുക്ക്. വെജിറ്റബിൾസ് ഉണ്ടായി കിടക്കുന്നത്, ടൊമാറ്റോയും അങ്ങനെയൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ചോളം ഇവരുടെ എല്ലാ ഏരിയയിലും ഉണ്ട്. ഞാനിങ്ങനെ വണ്ടിയിൽ വരുന്ന സമയത്ത് ഒരുപാട് ചോളപ്പാടങ്ങൾ കണ്ടിരുന്നു, ഒരുപാട് കണ്ടിരുന്നു. ഈ ഒരു ഏരിയയിൽ കുറച്ച് മത്തങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഏതാണ്ട് മത്തങ്ങ വണ്ടിയിൽ നിന്ന് മത്തങ്ങ താഴെ വീണ ഏരിയയാണ്. ഭയങ്കര ഗംഭീര വലുപ്പമുള്ള മത്തങ്ങയും വളരെ ശോഷിച്ച മത്തങ്ങ വള്ളികളും. റിസോർട്ടിൻ്റെ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഗ്രീനറിയും സംഭവങ്ങളൊക്കെയാണ്. നല്ല വഴികളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൈക്കിൾ റെൻറ്റിന് എടുക്കാൻ കിട്ടും. ചെറിയ പൈസയ്ക്ക് 1 hour നമുക്ക് സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒരുമാതിരിയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും സൈക്കിളിന് പോയിട്ട്. പക്ഷേ മറിയാമ്മയ്ക്ക് സൈക്കിൾ ഓട്ടാനായിട്ടൊരു പേടി. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ച് നടന്ന് കാണാൻ പറ്റുന്നതൊക്കെ കണ്ടു. അപ്പോഴേക്കും നമ്മുടെ ലൂക്കണ്ണൻ ഡ്രൈവർ അവിടെ എത്തിയിട്ടുണ്ട്. പുള്ളി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ എല്ലാം കഴിഞ്ഞ് സമയം പോലെ വന്നാൽ മതി, ടേക്ക് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞ്. എന്നാലും നമുക്ക് 1-2 സ്ഥലം കൂടി വേറെ പോവേണ്ടതായിട്ടുള്ളത് പേരിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാന്നുള്ളൊരു പ്ലാനിലെത്തി. കാരണം ഇതിനിപ്പോൾ നടന്ന് കണ്ടു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം കാലനക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ളൊരു റിസോർട്ട് നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല നല്ല ഭംഗിയുള്ള പൂക്കളും ഫ്രൂട്ട്സുകളും അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുന്നു. നേരെ ചെക്ക് ഔട്ടിൻ്റെ സ്ഥലത്തെത്തി നമ്മുടെ ബാഗേജൊക്കെ കളക്ട് ചെയ്തു നേരെ പുറത്തേക്ക്. അങ്ങനെ നമ്മൾ ലൊപ്പോട്ട ലേക്ക് റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ്. ജോർജിയയിൽ വന്ന ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ആംബിയൻസും നല്ലൊരു ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ നമ്മുടെ ലിസ്റ്റിൽ ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. ബോട്ടിങ്, അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം, അങ്ങനെ അതെല്ലാം നടന്നു നല്ല ഭംഗിയായിട്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്കുള്ള പോക്കാണ്. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.